ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു JM Journey. പറയാനുള്ളത് എമ്പുരാൻ ലൂസിഫറും തന്നെയാണ്. അതല്ല നമുക്ക് എന്താണ് പറയാനുള്ളത്? കാരണം എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ കുറിച്ചാണല്ലോ കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ എമ്പുരാന്റെ മുമ്പായിട്ട് തീർച്ചയായിട്ടും റിലീസ് ചെയ്യും എന്നുള്ളത് ആശീർവാദ് സിനിമാസിന് വേണ്ടി നമ്മുടെ ആന്റണി പെരുമ്പാവൂർ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞ പോലെ തന്നെ റിലീസ് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആൻഡ് റിലീസ് ട്രെയിലർ വന്നിട്ടുണ്ട്. നമ്മൾ അതാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ആൻഡ് അതിന് മുമ്പ് പറയാനുള്ളത്, ഇവിടെ മോഹൻലാൽ ചേട്ടന്റെ ഒരു കടുത്ത ആരാധിക ഇരിക്കുന്നുണ്ട്. ഇഷ്ടമുള്ള ആരാ ഫാനാണ്? ലാലേട്ടൻ, അവളുടെ സ്വന്തം ലാലേട്ടൻ. ഓക്കെ, തുടങ്ങി കഴിഞ്ഞാൽ ഇനി ഇറങ്ങി പോകാൻ പറ്റില്ല കേട്ടോ, അവിടെ തന്നെ ഇരിക്കേണ്ടി വരെ. ലെറ്റ്സ് വാച്ച്. ഒരു മിനിറ്റ് കേട്ടോ. ഇത് കുറച്ച് മുന്നേ പോയല്ലോ. ഓക്കെ, റെഡി. PKR. എസേക്കിയേൽ 25:17 പഴയ നിയമം. സൗണ്ട്. കൊള്ളരുതാത്തവർ തങ്ങളുടെ സ്വാർത്ഥത കൊണ്ടും ക്രൂരതകൾ കൊണ്ടും നീതിമാന്മാരുടെ പാതയെ എല്ലാ വശങ്ങളിൽ നിന്നും ആക്രമിക്കുന്നു. ഈ അന്ധതയുടെ താഴ്വരയിൽ നിന്നും നീതിമാനെ കരകയറ്റുന്നവൻ അനുഗ്രഹീതനാകുന്നു. കാരണം അവൻ സത്യമായും അവന്റെ സഹോദരങ്ങളുടെ രക്ഷകനും വഴിതെറ്റിയ കുഞ്ഞാടുകളുടെ വഴികാട്ടിയുമാണ്. അതിനാൽ എന്റെ സഹോദരങ്ങളെ വിഷം കുത്തി നശിപ്പിക്കാൻ തുനിയുന്നവർ ആരായാലും അവരുടെ മേൽ അശനിപാതം പോലെ ഞാൻ പ്രഹരമേൽപ്പിക്കും. സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ. എന്റെ മോനെ, വാടാ വാടാ. എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ രാജാവായിരുന്നു. ഒരേ ഒരു രാജാവ്. റിലീസ് 20th March 2025, 20ാം തീയതി റിലീസ് കേട്ടോ. എന്റെ ലാലേട്ട ഒരു രക്ഷയില്ല കേട്ടോ. എന്താ ചിരി. അപ്പൊ ഓക്കെ, ഞാനിത് കാണുമ്പോൾ ആലോചിക്കണത്, പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നടൻ എടുത്തു വെച്ചിരിക്കുന്ന മുതലാണല്ലോ ഈ ലൂസിഫർ എന്ന് പറയുന്നത്. ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഇങ്ങനെ ഭയങ്കര ഹൈപ്പിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടിയുണ്ട്. കാരണം പല ആളുകളും പറയുന്ന പോലെ, കാരണം ഈ എന്താ പറയുക, ചെന്നായ്ക്കൾ കൂട്ടം കൂടി കടിച്ചു കുതറുക എന്ന് പറഞ്ഞ പോലെ ഒരു ചെറിയ അബദ്ധം വന്നാൽ പോലും, അതായത് മിനിമം ഈ സിനിമ ഒരു എബോവ് ആവറേജ് ഫീൽ തരികയും അതിൻ്റെയോടൊപ്പം, ഇപ്പൊ എബോവ് ആവറേജ് ആണെങ്കിൽ അതിനോടൊപ്പം നല്ല ഹൈ മൊമെന്റ്സ് കുറെ ഉണ്ടാവുകയും ചെയ്യണം. എന്നാൽ മാത്രമേ പിടിച്ചേക്കാൻ പറ്റുള്ളൂ. കാരണം അതല്ലാതെ അതിലൊരു ഒരു പടി കുറഞ്ഞാൽ പോലും കടിച്ചു കീറാൻ ഒരുപാട് ചെന്നായ്ക്കൾ ചുറ്റുമുണ്ട് എന്നുള്ളത് ഓരോ പോസ്റ്റ് വരുമ്പോഴും ഓരോ സംഭവം വരുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത്. കാരണം കമന്റ് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ ആളുകൾ ഭയങ്കരമായിട്ട് വിദ്വേഷപരമായിട്ട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് പൊതുവെ ഏത് സിനിമ വന്നാലും അങ്ങനെയാണ്. ഏത് നടന്റെ വന്നാലും മറ്റുള്ള നടന്മാർ ഇങ്ങനെ ചെയ്യാന്നുള്ളൊരു പരിപാടി ഉണ്ടെങ്കിൽ പോലും, മോഹൻലാലിനെ സംബന്ധിച്ചോളം ആള് ഭയങ്കരമായിട്ട് കത്തിക്കയറാൻ പോകുന്ന ഒരു പടമായിരിക്കാം എന്നുള്ളൊരു പ്രതീതി ഉണ്ടല്ലോ. ഈ അടുത്ത് വന്നിട്ടുള്ള സിനിമകൾ എടുത്തൊക്കെ അങ്ങനെ വൻ ഒരു പടം വന്നിട്ടില്ല. പറയുമ്പോൾ നിങ്ങൾ നേരടക്കമുള്ള സിനിമകൾ പറയുമെങ്കിലും ലാലേട്ടനെ പോലെ ഒരാൾക്ക് കിട്ടാവുന്ന ആ ഒരു ഹൈപ്പ്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, രാജകീയമായ ഒരു സ്വീകരണം അത്തരത്തിലൊരു പടം ലൂസിഫറിന് ശേഷം വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഹിറ്റുകൾ വന്നിട്ടുണ്ടാവാം, പക്ഷെ അങ്ങനത്തെ ഒരു യമണ്ടൻ സാധനം എന്ന് പറയുന്ന ഒരു സാധനം വന്നില്ല. അത് അർഹിക്കുന്നുണ്ട് മോഹൻലാൽ. ഒരു പക്ഷെ ഇതിലൂടെ അത് വരാം. അതിന്റെയും 10,000 മടങ്ങ് ഒരു പക്ഷെ മുകളിൽ പോകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു പൊട്ടിയിട്ടുണ്ടെന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. സോ ഒരു പേടി ഉള്ളിലുണ്ടാവുന്നുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. അത് പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിലും ഇപ്പൊ ഈ ഒരു റിലീസ് ട്രെയിലർ കാണുമ്പോൾ പോലും ചില ഷോട്ട് അതിന്റെ ഒരു വലുപ്പമൊക്കെ കാണുമ്പോൾ, ഇപ്പൊ ജസ്റ്റ് തുടക്കത്തിൽ ആ കല്ലെറിഞ്ഞതിന് ശേഷം കുറെ ആൾക്കൂട്ടം കാണിക്കുന്നതും, ആ ഗ്രില്ല് പോലീസിന്റെ മറ്റേ ബാരിക്കേഡ് ഇങ്ങനെ നീക്കി ഉന്തി വിടുമ്പോഴുള്ള സാധനം, പിന്നെ ലാലേട്ടൻ ഇങ്ങനെ വരുമ്പോഴുള്ള നോട്ടം, ജസ്റ്റ് വാടാ എന്ന് പറഞ്ഞ സാധനം, ആക്ഷൻ സീക്വൻസ് എടുത്ത് വെച്ചിരിക്കുന്നത്, ആ ഫ്രെയിമിങ്,
അങ്ങനെ എല്ലാം കൂടെ കാണുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. ഇത് ഇങ്ങനൊരു സാധനം അവിടെ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് എമ്പുരാൻ ചെയ്തുകൂടാ, എന്തുകൊണ്ട് അതിന്റെ മുകളിൽ ഒരു സാധനം തന്നുകൂടാ എന്നുള്ളൊരു തോന്നൽ നമുക്കുള്ളിൽ സ്വാഭാവികമായിട്ടും വരുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് എന്റെ ഉള്ളെങ്കിലും എനിക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഒരു എനർജി കിട്ടിയ പോലെ ഇത് കാണുമ്പോൾ തോന്നുന്നുണ്ട്. എന്നെ പോലെ ഇത്തരത്തിൽ ഫീൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തുക. കാരണം പൃഥ്വി ആദ്യത്തെ പടം എന്നുള്ള രീതിയിൽ, അതന്നെ ഫസ്റ്റ് വെഞ്ചർ എന്ന രീതിയിൽ തന്നെ ഒരു സാധനം അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അത്രയും വലിയ പ്രൊഡക്ഷൻ പരിപാടികളും ഓവർസീസും മറ്റ് സംഭവങ്ങളൊക്കെ, ഓവർസീസ് എന്നൊക്കെ പറയുമ്പോൾ 30 crore പ്ലസ് ആണ് വന്നിട്ടുള്ളത്. 14.84 എന്തോ ആണ് കൊത്താണ് ടോപ്പിലുണ്ടായിരുന്നത്. ഇപ്പൊ 30 മലയാള സിനിമയിലും ഹോളിവുഡിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ റെക്കോർഡാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ കുറെ കണക്കുകൾ പറയാനുണ്ട്, അതായിട്ട് വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും. കാരണം ഇതിന്റെ അപ്ഡേറ്റുകൾ ഇനിയും വരാൻ അതിനോട് ചേർത്ത് നമുക്ക് പറയാം. ഇപ്പൊ ഈ ട്രെയിലറിലേക്ക് വരുമ്പോൾ, ഈ റിലീസ് ട്രെയിലറിലേക്ക് വരുമ്പോൾ വീണ്ടും ഭയങ്കരമായിട്ടൊരു എനർജി ഉണ്ടാക്കാൻ കഴിയുകയും, ലൂസിഫർ എത്രയോ തവണ നമ്മൾ കാണുകയും, ഞാനൊക്കെ ഫോറിനേഴ്സ് റിയാക്ട് ചെയ്യുന്ന കുറെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഇങ്ങനെ ഒരു പഞ്ചായിട്ട് പറയുന്നതും അതല്ലാതെ ഒരുപാട് ആളുകൾ ഈ സിനിമ കണ്ടതിന് ശേഷം പറയുന്ന കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും എടുത്ത് കണ്ട് പല സീൻസും വീണ്ടും കണ്ട് ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ, ആ സിനിമന്റെ എല്ലാ സംഭവങ്ങളും നമുക്ക് കാണാപ്പാടാണെന്ന് പറയുന്ന രീതിയിൽ ഉള്ളിൽ പതിഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു സിനിമയാണ്, അല്ലെങ്കിൽ എത്ര തവണ കണ്ടു നമുക്ക് തന്നെ അറിയാത്ത രീതിയിൽ അങ്ങനെ കണ്ടിട്ടുള്ള സിനിമയാണ്. എന്നിട്ട് പോലും ഈ റിലീസ് ട്രെയിലർ കാണുമ്പോൾ, അതിലെ ഡയലോഗ് ഡെലിവറി കാണുമ്പോൾ, ലാലേട്ടനെ കാണുമ്പോൾ, അതിലെ സീക്വൻസ് കാണുമ്പോൾ, ഷോട്ടുകൾ കാണുമ്പോൾ, ഫ്രെയിം കാണുമ്പോൾ നമുക്കൊരു ഗൂസ് ബംസ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എമ്പുരാൻ എമ്മാതിരി സാധനമായിരിക്കും എന്നുള്ളൊരു തോന്നൽ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. ഒരു വലിയ വിജയമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. മറ്റു സിനിമകൾ പോലെ ഹൈപ്പിൽ മുങ്ങിപ്പോകുന്നൊരു സിനിമ ആകാതിരിക്കട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്തവരായിട്ട് കാണാം. താങ്ക് യു.